അങ്ങനെ വിസ്മയയുടെ തുടക്കം ആദ്യ ഷോ കണ്ട് തിയേറ്ററിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. തുടക്കത്തിൽ കുറച്ച് സ്ലോ ആയി തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ കഥ സസ്പെൻസ് ത്രില്ലർ മോഡിലേക്ക് കയറി. ജൂഡിന്റെ മേക്കിംഗ് തന്നെയാണ് ഫസ്റ്റ് ഹാഫിലെ ബാക്ക് ബോൺ. വിസ്മയ സ്ക്രീനിൽ വന്നപ്പോൾ ഒരു പുതുമുഖത്തിൻ്റെതായ പതർച്ചയൊന്നും തോന്നിയില്ല. നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആശിഷ് വില്ലനായി വന്നപ്പോൾ തന്നെ ഒരു പേടി തോന്നിക്കും. പവർഫുൾ ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ച് ലാഗ് അടിച്ച പോലെ തോന്നി. കഥ എങ്ങോട്ടോ പോകുന്നതെന്ന് ഏകദേശം ഊഹിക്കാൻ പറ്റും. വിസ്മയുടെ ക്യാരക്ടറിന് വേണ്ടി കുറച്ച് ഇമോഷണൽ സീൻസ് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അതൊന്നും കൂടി ട്രിം ചെയ്യാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിനെ രക്ഷിച്ചത് രണ്ട് കാര്യമാണ്. ഒന്ന് ലാലേട്ടന്റെ ക്യാമിയോ. അത് വന്നപ്പോൾ തിയേറ്റർ മൊത്തം ഇളകി മറിഞ്ഞു. മകൾക്കൊപ്പം അച്ഛൻ അഭിനയിക്കുന്നത് കാണാൻ തന്നെ ഒരു സുഖമാണ്. കഥയ്ക്ക് അത് ആവശ്യവുമാണ്. രണ്ടാമത്തേത് ക്ലൈമാക്സിലെ ആക്ഷൻ ബ്ലോക്കാണ്. അവസാനത്തെ ഫൈറ്റിന്റെ സെക്കൻഡ് പാർട്ട്. സത്യം പറഞ്ഞാൽ അത് ജസ്റ്റ് ഫയർ ആയിരുന്നു. വിസ്മയുടെ ആക്ഷൻ എല്ലാം പൊളിച്ചടക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ തുടക്കം ഒരു ഡീസന്റ് കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. വിസ്മയ്ക്ക് കിട്ടാൻ പറ്റുന്ന ബെസ്റ്റ് തുടക്കം തന്നെയാണ് ഇതിലുള്ളത്. ആക്ഷൻ സീൻസിൽ വിസ്മയ തകർത്ത് വാരിയിട്ടുണ്ട്. ആക്ടിങ്ങിൽ ഇനിയും ഒരുപാട് വളരാനുണ്ട്. പക്ഷേ തുടക്കം എന്ന നിലയിൽ ഇത് ഗംഭീരം തന്നെയാണ്. ജയ്ക് വിജയ് ഒരുക്കിയ മ്യൂസിക് തിയേറ്റർ എക്സ്പീരിയൻസിൽ നമുക്ക് വേറെ ലെവൽ ഫീലാണ് തരുന്നത്. ചിത്രം ഒരു വൺ ടൈം തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയ ഒരു പടമാണ്. ഫാമിലി ആയിട്ട് പോകാം. ചിത്രം കണ്ടവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുക.